കോഴിക്കോട് സെയിന്റ് പാട്രിക്സ് ചർച്ചിൽ തീപിടുത്തമുണ്ടായി. ആസൂത്രിതമായ കുറ്റകൃത്യമെന്ന് സംശയിക്കുന്ന തരത്തിലുള്ള നിർണായക CCTV ദൃശ്യവും പുറത്തുവന്നു. കോഴിക്കോട് ഫ്രാൻസിസ് റോഡ് മേൽപ്പാലത്തിന് താഴെയുള്ള കല്ലായി സെന്റ് പാട്രിക് പള്ളിക്ക് സമീപത്തുള്ള പള്ളിയോട് ചേർത്തുള്ള കെട്ടിടത്തിലാണ് ഇന്ന് പുലർച്ചയോടുകൂടി വലിയ തീപിടുത്തമുണ്ടായത്. കെട്ടിടത്തിൽ സൂക്ഷിച്ചിരുന്ന ഫർണിച്ചറുകൾ ഒപ്പം തന്നെ രൂപക്കൂട് ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. പുലർച്ചെ 4:45 ഈ തീപിടുത്തം ഉണ്ടായത്. ഫയർഫോഴ്സും നാട്ടുകാരുമൊക്കെ പെട്ടെന്ന് എത്തിയാണ് തീ അണച്ചത്. പള്ളി വികാരി ആന്റണി ഉൾപ്പെടെയുള്ള ഫാദർ ആന്റണി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് പോലീസിനെ വിവരം അറിയിച്ചിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി തീ അണക്കുകയായിരുന്നു. വലിയ തീപിടുത്തമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. ഭാഗ്യവശാൽ പള്ളിയിലേക്ക് ആ ഭാഗത്തേക്ക് തീ പടർന്നിട്ടില്ല. വികാരി അച്ഛൻ്റെ ഒരു കാറും ഏറെക്കുറെ പൂർണ്ണമായും കത്തി നശിച്ച അവസ്ഥയിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട ഒരു CCTV ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് തീപിടുത്തം ഉണ്ടാകുന്ന ഏറെക്കുറെ അതേ സമയത്ത് ഒരാൾ ഈ തീപിടുത്തമുണ്ടായ കെട്ടിടത്തിൻ്റെ മുകളിലൂടെ നടന്നു പോകുന്നതാണ് ആ ദൃശ്യത്തിലുള്ളത്. അത് വലിയ ദുരൂഹത ഉയർത്തുന്നുണ്ട്. തീ കൊടുത്തതാണോ ഈ പള്ളിയുടെ സമീപത്തുള്ള ഈ കെട്ടിടത്തിന് പുറത്തുനിന്നുള്ള ഒരാൾ തീ കൊടുത്തതാണെന്നുള്ള സംശയമാണ് ഇപ്പോൾ ബലപ്പെടുന്നത്. CCTVയിൽ ഒരാൾ അതിന് മേലെ കൂടി കയറി നടക്കുന്നതും പിന്നെ അതിൽ വന്നിരിക്കുന്നതും ബിൽഡിങ്ങിന് മേലെ വന്നിരിക്കുന്നതും കാണുന്നുണ്ട്. പിന്നെ ഇറങ്ങി പോകുന്നതായിട്ടും കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷിക്കണം. പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ കുറച്ച് വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ അതിൽ രൂപക്കൂടുകളൊക്കെ പിന്നെ രൂപങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ പള്ളിയുടെ കുറച്ച് കാറ്റഗിസ്റ്റിൻ്റെ കുറച്ച് ഫയലുകളും കാര്യങ്ങളൊക്കെ അതിൽ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം കത്തിപ്പോയിട്ടുണ്ട്. ഈ സംഭവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പുറത്തു നിന്നുള്ള ഒരു തീ കൊടുത്തതാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തേണ്ടതുണ്ട്. ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നുള്ള കാര്യം കണ്ടെത്തേണ്ടതുണ്ട്. ഏതായാലും വലിയ തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. ഫയർഫോഴ്സൊക്കെ എത്തിയാണ് തീ അണച്ചിരിക്കുന്നത്. മനോജ് പയ്യന്നൂരിനൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.